വനിതാ ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, MSS വനിതാ വിങ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജോയിന്റ് കൺവീനർ, LNS വനിതാ വിഭാഗം താനൂർ പ്രസിഡന്റ്, കില ഫാക്കൽറ്റി അംഗം തുടങ്ങി പല മേഖലകളിലും തന്റേതായ സ്ഥാനങ്ങൾ വഹിക്കുന്ന 35ാം ഡിവിഷൻ താനൂർ സിവിൽ സ്റ്റേഷനിൽ നിന്നും വിജയിച്ച നസ്ല ബഷീർ അവരുടെ പേരിനുകൂടെ മറ്റൊരു പദവി കൂടി വന്നു ചേരുകയാണ്. താനൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ അവരുടെ വിശേഷങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് നമ്മളുടെ നസ്ല ബഷീർ. അപ്പോ കുടുംബം വിശേഷങ്ങളൊക്കെ എങ്ങനെ ഒന്ന് പങ്കുവെക്കും? നസ്ല ബഷീർ ഹസ്ബൻഡാണ്. ഇവിടെ താനൂരിൽ തന്നെ ബിസിനസ്സായിട്ട് 2 മക്കളാണ്. മോള് എടുത്തേക്കാണ്, മോന് CA പഠിക്കുന്നു. സന്തോഷം. വോട്ടേഴ്സിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം തന്ന പാർട്ടിയോടും. നിലവിലുള്ളതും ഇനി മുന്നോട്ടുള്ളതുമായ ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓൺഗോയിങ് പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. 1500ഓളം വീടുകൾ ഫസ്റ്റ് DPR മുതലേ നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയിൽ തുടങ്ങി വെച്ചതാണ്. അതിലിപ്പം 700 വീടുകളില് 300 വീടുകളുടെ പണി പൂർത്തീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 300ന്റെ ഫണ്ട് വരുന്നതിനനുസരിച്ച് അതും പൂർത്തീകരിക്കും. അതാണ് നിലവിലെ ഭവന പദ്ധതിയായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് നഗരസഭയില് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് 4000ഓളം ജാഗ്രത കണക്ഷനുകൾ ഡയറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവ അടുത്ത ഭരണസമിതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. പ്രായോഗികമല്ലാത്ത പുതിയ ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ ചോദ്യത്തിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബസ് സ്റ്റാൻഡ് ഇപ്പോഴുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അതിനൊരു മറുപടി തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. കായിക ഇനത്തിൽ താനൂരിന്റെ അഭിമാന താരങ്ങളായി പലരും ഉയർന്നു വരുമ്പോൾ താനൂർ നഗരസഭയ്ക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവും. തീർച്ചയായും ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. താനൂർ മുനിസിപ്പാലിറ്റിയിലെ കായിക രംഗത്ത് നമ്മളെ ഒരു സ്വപ്നം തന്നെയാണ് ഇത്തരത്തിലൊരു മുനിസിപ്പാലിറ്റി ആസ്തിയിൽ ഒരു സ്റ്റേഡിയം എന്നുള്ളത്. തീർച്ചയായും വരും നാളുകളിൽ സ്വന്തമായി ഭൂമി കണ്ടെത്തുന്നതിനും ഇതേപോലെ മുനിസിപ്പാലിറ്റി ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും യുവാക്കളുടെ സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ താനൂർ മുനിസിപ്പാലിറ്റി ഉണ്ടാവും എന്ന് മാത്രമാണ് ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാർഷിക, ക്ഷീര, മത്സ്യ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യം താനൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാർഷിക, ക്ഷീര, മത്സ്യ പദ്ധതികള് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താനൂരിലെ യാത്രക്കാർ പ്രയാസപ്പെടുന്ന പരപ്പനങ്ങാടി റോഡിൽ മഴ, വെയിൽ ഒക്കെ ഉള്ള സമയത്ത് KSRTC പോലുള്ള ബസ്സുകളൊക്കെ വരുമ്പോൾ അത് യാത്രക്കാർക്ക് അവിടെ ബസ് കാത്തിരിക്കും എന്നുള്ള ഒരു പ്രയാസം നിലവിലുണ്ട്. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ കഴിയുക? സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു യാത്രാ വിഷമം നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന നടപടികൾ പോലീസ് ആദ്യം തീർച്ചയായും സമീപിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായും ചെയ്യാമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. താനൂർ ടൗൺ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാന ചോദ്യം. താനൂരിന്റെ മാസ്റ്റർ പ്ലാൻ അത് നേരത്തെ ഇല്ല, നമ്മുടെ ഒരു ഡ്രീമാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാ എക്സ്പേർട്സിനെയും ഉപയോഗിച്ച് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതി അതിന്റെ പ്രവർത്തനമായിട്ട് കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ നാട്ടിൽ കാണുന്ന നഗരസഭയാക്കി മാറ്റിയത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ പുതിയ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ താങ്കളുടെ സ്വപ്നങ്ങൾ താനൂരിൽ പൂർത്തീകരിക്കേണ്ട അല്ലെങ്കിൽ താങ്കൾ കാണുന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്തൊക്കെയാണ്? തീർച്ചയായും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ അന്നേരം പകരുന്നത് പോലെ തന്നെ എന്താണോ താനൂരിലെ ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള വിഷയങ്ങൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ താനൂരിലെ പ്രതിഭകളായ ആളുകൾ അല്ലെങ്കിൽ യുവത്വത്തെ അവർക്ക് അവരുടേതായ ചിന്തകളെ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിൽക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന താനൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുന്ന നമ്മള് തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി എന്ന രീതിയിലേക്ക് ഉയർത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയിലൊക്കെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടുകൾ, നൂതനവും നവീനവുമായിട്ടുള്ള ഇന്നോവേഷൻ പ്രൊജക്ടുകൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും യൂത്തിന്റെയും ഒക്കെ വിഷയത്തിൽ നമുക്ക് കൊണ്ടുവരണം
അതിന് പ്രത്യേകമായ ബജറ്റുകൾ നമുക്ക് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ഒരു 5 വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന. ഈ വരുന്ന 5 വർഷം താനൂർ നഗരസഭയില് താനൂരിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.